നിലവിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടക്കുകയാണ്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധി മോദിക്കെതിരെ അതിശക്തമായിട്ടായിരുന്നു ആഞ്ഞടിച്ചത്. GST, നോട്ട് അസാധുവാക്കൽ, അഗ്നിവീർ യോജന, കർഷക പ്രസ്ഥാനം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി മോദിയെ പ്രതിക്കൂട്ടിലാക്കി. പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം രാഹുൽ ഗാന്ധി സഭയിൽ നടത്തിയ ആദ്യ പ്രസംഗം തന്നെ ഇത്തരത്തിൽ രാജ്യം മുഴുവൻ കൈയടിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. BJPക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ താണ്ഡവത്തിന് ശേഷം എന്നും രാഹുലിന് അടിയുറച്ച പിന്തുണ നൽകുന്ന ശിവസേന ഉദ്ധവ് വിഭാഗം MP സഞ്ജയ് റാവത്തിന്റെ വകയും രാജ്യസഭയിൽ മോദിക്കും അമിത്ഷാക്കും കണക്കിന് കിട്ടി. രാഹുൽ ഗാന്ധി BJPയുടെ വ്യാജ ഹിന്ദുത്വയുടെ മുഖം മൂടി അഴിച്ചു മാറ്റി. ഭരണകക്ഷിക്ക് ലോക്സഭാ സ്പീക്കറോട് സംരക്ഷണം തേടേണ്ടി വന്നു. രാഹുൽ ഗാന്ധിയെ നേരിടാൻ നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള 9 മന്ത്രിമാരാണ് സ്പീക്കറോട് സംരക്ഷണം തേടേണ്ടി വന്നത് എന്നതാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് നന്ദി പറയുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചത്. രാഹുൽ ഗാന്ധി ഹാളിൽ നടത്തിയ പ്രസംഗം രാജ്യത്തിന് വഴികാട്ടിയായിരുന്നുവെന്നതാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഭാരതീയ ജനതാ പാർട്ടിയുടെ വ്യാജ ഹിന്ദുത്വത്തെ തുറന്നു കാട്ടി. രാഹുൽ ഗാന്ധി തെറ്റായുമെന്നും പറഞ്ഞില്ല. ഉദ്ധവ് താക്കറെ ഹിന്ദുത്വം ഉപേക്ഷിച്ചുവെന്ന് BJP എപ്പോഴും ഉദ്ധവ് താക്കറെക്കുറിച്ച് പറയാറുണ്ട്. ഉദ്ധവ് താക്കറെ ഉത്തരം നൽകുന്ന അതേ രീതിയിലാണ് രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ദിവസം മറുപടി നൽകിയതെന്നതാണ് സഞ്ജയ് റാവത്ത് പറയുന്നത്. ഹിന്ദുത്വമല്ല, ഭാരതീയ ജനതാ പാർട്ടിയെയാണ് തങ്ങൾ ഉപേക്ഷിച്ചത് എന്നതാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞത്. ഭാരതീയ ജനതാ പാർട്ടി ഹിന്ദുത്വമല്ല. ഹിന്ദുത്വയുടെ കരാർ മോദി എടുക്കേണ്ടതില്ലെന്ന് രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞത് 100% യാഥാർത്ഥ്യമാണ് എന്നും സഞ്ജയ് റാവത്ത് പറയുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഹിന്ദുത്വമല്ല, ഹിന്ദുമതം എന്ന ആശയം വളരെ വലുതാണ്. BJPക്ക് അത് മനസ്സിലായിട്ടില്ലെന്നും സഞ്ജയ് റാവത്ത് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി സഭയിൽ കത്തിക്കാരിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും തങ്ങളുടെ വാദം ഉന്നയിക്കാൻ ആവർത്തിച്ച് ഇടപെടേണ്ടി വന്നു. അതിൽ തന്നെ ഒരു കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആദ്യമായി രാജ്യത്തെ ശക്തരായ ആഭ്യന്തര മന്ത്രിമാർക്ക് പാർലമെന്റിൽ ലോക്സഭാ സ്പീക്കറോട് സംരക്ഷണം തേടേണ്ടി വന്നിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി BJPയെ മുട്ടുകുത്തിച്ചു. ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവ് എന്താണ് എന്നത് കഴിഞ്ഞ ദിവസം രാജ്യം കണ്ടു. ഇതൊരു തുടക്കമാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാണാമെന്നുള്ള മുന്നറിയിപ്പും സഞ്ജയ് റാവത്ത് BJPക്ക് നൽകുന്നുണ്ട്.